അതെ, ഇന്ന് ചെമ്മീൻ ചില്ലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ ഇഞ്ചി, പിന്നെ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെന്തിനാന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് നന്നായി അരഞ്ഞു കിട്ടും. അല്പം വെളിച്ചെണ്ണയും 1 പൊടിക്ക് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ചെമ്മീൻ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് മതി, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്തത് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അല്പം നാരങ്ങ കൂടി പിഴിഞ്ഞു വയ്ക്കാം. ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായി കുത്തി തിരുമ്മും. ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് എല്ലാം പിടിക്കും. പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒരു 3/4 വേവായി മതി കേട്ടോ, കാരണം ഒരുവിധം വലിയ ചെമ്മീനാണ്. അടുപ്പത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ചെമ്മീൻ. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഞാൻ ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, എന്നിട്ടൊന്ന് ഇളക്കിടുകയും ചെയ്യണം. ചെമ്മീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒരു അല്പം പൊട്ടിക്ക് വെള്ളം അതിനകത്ത് ഇരുന്നതിന് കുഴപ്പമില്ല, കാരണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് വേറെ പൊടികളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം ഇത് പാകമാണ്. ഇനി ഞാൻ ഇത് ഇറക്കി വെച്ചിട്ട് ശരിക്കും ചൂടാറണം. ഓക്കെ, പിന്നെ ചെമ്മീൻ ഒത്തിരി കിടന്ന് വേവാൻ പാടില്ല, ഒരു 10 മിനിറ്റൊക്കെ വേവാവുള്ളൂ. അപ്പം ചെമ്മീൻ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കാമേ. 1 ടേബിൾ സ്പൂൺ കടലമാവും ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണയിൽ വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 4 പച്ചമുളക് നെടുകെ കീറിയിട്ട് വറുത്തെടുക്കാം. കൂട്ടത്തിൽ അല്പം കറിവേപ്പിലയും. മുളകും കറിവേപ്പില മൊരിഞ്ഞിട്ടുണ്ട്, അത് കോരിയെടുക്കാമേ. ഇതിലേക്ക് ചെമ്മീൻ കുറച്ചിട്ട് വറുത്തെടുക്കാം. ഒന്ന് മൂടി വെച്ച് വറുത്തെടുക്കാം. ചെമ്മീൻ ഓൾറെഡി വെന്തിരിക്കുന്നതാണ്, അപ്പം നമ്മളൊന്ന് മൊരിയുമ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് മറിച്ചിടാമേ. എല്ലാവരും മറച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതായിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് കോരി മാറ്റാം. നമുക്ക് വറുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പൊ ചെമ്മീൻ ചില്ലി ഫ്രൈ ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിത് കഴിക്കുമ്പോൾ ഒരു വേപ്പിൻ്റെ ഇലയും അല്പം പച്ചമുളകും ഒക്കെ കൂടിയെടുത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ആ റവയൊക്കെ ഇട്ട് വറുത്തതുകൊണ്ട് നല്ല ക്രിസ്പിയാണ്. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.